കായംകുളം പുതിയിടം മേജർ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിൽ 19ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി 14-ാം തീയതി വരെയാണ് യജ്ഞം നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം പുതിയിടം മേജർ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിൽ 19ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. 14-ാം തീയതി വരെയാണ് യജ്ഞം നടക്കുന്നത്. യജ്ഞത്തിന്റെ ദീപ പ്രോജ്വലനം ക്ഷേത്രം തന്ത്രി തറയിൽ കുഴിക്കാട്ടില്ലത്ത് അഗ്നിശർമ്മൻ നാരായണൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് നിർവഹിച്ചു. സുരേഷ് പ്രണവശ്ശേരിലാണ് യജ്ഞാചാര്യൻ. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ PS ബേബി, പ്രമോദ് കുമാർ TR, അനിരാജ് KK, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ അഖിൽ G കുമാർ, സബ് ഗ്രൂപ്പ് ഓഫീസർ രജനി KN തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. ക്ഷേത്ര മേൽശാന്തി സുരേഷ് നമ്പൂതിരി, കീഴ്ശാന്തി ബിജു തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. കണ്ടല്ലൂർ ബിജു നാരായണ ശർമ്മയാണ് യജ്ഞഹോതാവ്. ഇളംകുളം വിനോദ്, ഉമ്മന്നൂർ ശ്രീലാൽ, ചക്കുളം വിഷ്ണു എന്നിവരാണ് യജ്ഞ പൗരാണികർ. കൊട്ടാരക്കര സുബിൻ രാജ് തബലയും പാലോട് ശ്രീരാഗ് കീബോർഡും വായിച്ച് പിന്നണി നൽകുന്നു. 20 വർഷത്തിനോടടുത്തായി ഈ സപ്താഹം മുടങ്ങാതെ നടന്നു വരുന്നു. എന്താണ് അതിൻ്റെ ഒരു വിജയം എന്ന് വെച്ചാൽ, ദേവൻ്റെ ആ 10 അവതാരങ്ങളിലെ പരമകാഷ്ഠയായിട്ടുള്ള കൃഷ്ണൻ്റെ ഭാവം അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കേതമാണ്. അവിടെ ആ സപ്താഹത്തിൻ്റെ പാരായണം മുഴുവൻ ദേവൻ്റെ ഭജനങ്ങളും ഉപാസനകളുമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ ഉണ്ടായെങ്കിൽ പോലും എല്ലാ കാലത്തും മുടങ്ങാതെ തന്നെ ഇത് നടക്കുന്നതും അത് വിജയിക്കുന്നതും ആ ദേവസാന്നിധ്യം ആ സങ്കേതത്തിലും ആ യജ്ഞവേദിയിലും ഉണ്ട് എന്നുള്ളതിൻ്റെ സംശയമില്ലാത്തൊരു കാര്യമാണ്. ഏറെ ഭംഗിയായി ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട നിലയിലാണ് ഇവിടെ നടന്നു വരുന്നത്. ഇക്കാര്യത്തിൽ ഭക്തജനങ്ങളുടെ എല്ലാ പിന്തുണയും ഭഗവാന്റെ ഈ പ്രവർത്തനത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രത്യേക കാലാവസ്ഥയിൽ പോലും നമ്മുടെ ഈ ചടങ്ങുകൾ നടക്കുമ്പോഴെല്ലാം പ്രകൃതി പോലും നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ 7 ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്ത് കലിയുഗത്തിലെ ഒരു രാജസൂയം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നതാണ് യജ്ഞം. അപ്പോൾ നാമസങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുള്ള ഈ കലിയുഗത്തിൽ നാമസങ്കീർത്തനത്തിന് തന്നെയാണ് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സത്യത്തിൽ സപ്താഹയജ്ഞം നടക്കുന്നത്. അപ്പോൾ 18 യജ്ഞം എന്ന് പറയുന്നത് 18 എന്ന നമ്പറിനൊരു പ്രത്യേകതയുണ്ട്. സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വിഗ്രഹ ഘോഷയാത്ര നടന്നു. തിങ്കളാഴ്ച രാവിലെ ഹരിനാമകീർത്തനം, ഗണപതി ഹോമം, ആചാര്യവരണം, ഗ്രന്ഥ നമസ്കാരം എന്നിവയ്ക്ക് ശേഷമാണ് ഭദ്രദീപ പ്രതിഷ്ഠ നടത്തിയത്. CDNet ന്യൂസ്, കായംകുളം.